ഹലോ, നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വാദിഷ്ടമായ തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് തക്കാളി ചട്നി കഴിച്ചിട്ടുണ്ട്. ഹോട്ടലിലും വീട്ടുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും സ്വാദിഷ്ടമായ തക്കാളി ചട്നി ഞാൻ വേറെ എങ്ങും കഴിച്ചിട്ടില്ല. നിങ്ങൾ ഒരു വട്ടം വെച്ച് നോക്കുക. വെച്ചതിന് ശേഷം അഭിപ്രായം പറയുക. ഓക്കെ, ശരി. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 4 തക്കാളി, ഒരു സവാള, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി പച്ചമുളക്, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില. ഇത്രയും എണ്ണ ഒഴിച്ചതിന് ശേഷം, എണ്ണ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ പാം ഓയിൽ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്, ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ ഒരു സ്പൂണ് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതിനകത്തിട്ടൊന്ന് ചെറുതായിട്ട് വാടുന്ന രീതിയിൽ 1-2 പ്രാവശ്യം ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അതിനകത്തിടുക. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിട്ട് വെച്ചിരിക്കുന്ന സവാള ആയിരിക്കണം. വലുതായിട്ട് ഒരു കാരണവശാലും അരിയരുത്. തീരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. അതേപോലെ തന്നെ നിങ്ങളാരും വീഡിയോയ്ക്ക് യാതൊരു സപ്പോർട്ടും തരുന്നില്ല. പരമാവധി സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെക്കൊണ്ട് ആവുന്ന രീതിയിൽ. ഒന്നുമില്ലെങ്കിൽ ലൈക്കെങ്കിലും ഒന്ന് അടിച്ചേക്കുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അതേപോലെ തന്നെ അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പിട്ട് അതിൽ കരിയാപ്പിലയും, അന്നേരം മാത്രമേ കരിയാപ്പില ഇടാവുള്ളൂ. കരിയാപ്പില നിർത്തി ഇടരുത്. ആ സമയത്ത് കരിയാപ്പില എടുത്തു വെച്ചിരിക്കുന്ന എത്രയും കരിയാപ്പിലയാണ് അത്രയും കരിയാപ്പില ഇട്ട് കൊടുക്കുക. അധികം കരിയാപ്പിലയൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി എന്ന് പറയുമ്പോൾ വലിയ രീതിയിലല്ല അരിയേണ്ടത്. തീരെ പൊടിയായിട്ടാണ് തക്കാളി അരിഞ്ഞു വെക്കേണ്ടത്. ഒരു കാരണവശാലും മിക്സിയിൽ അടിച്ച് വെച്ചേക്കരുത്. മിക്സിയിൽ അടിക്കുന്ന തക്കാളി ചട്നിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. ഇതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. മിക്സിക്കകത്തിട്ട് അടിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നത്തില്ല. ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഇട്ട് ഇതേപോലെ നിങ്ങൾ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു സ്പൂണിൻ്റെ 1/4 മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 കായപ്പൊടി. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ചേരുവകൾ. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ കായപ്പൊടിയാണ് ഇടുന്നത്. കായപ്പൊടി ഇട്ട് നിങ്ങൾ കണ്ടല്ലോ, അത് കായപ്പൊടി. ഇത്ര ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെച്ചിരിക്കുക. ഇത് കുറച്ച് കഴിയുമ്പം ഈ പരുവത്തിനാവും. ലാസ്റ്റ് ഈ പരുവത്തിലാവുന്നു. അന്നേരം നിങ്ങൾ ഓഫാക്കി വെക്കണം. കണ്ടല്ലോ, ശരി എന്നാൽ. താങ്ക് യു. ഓക്കെ.